3 തലത്തിലുള്ള സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടികൾ ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടി ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് മത്സരം ആരംഭിക്കാം. ഈ മത്സരം കൈകാര്യം ചെയ്യുന്നത് ക്വിസ് മാസ്റ്റേഴ്സായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരായ കല്യാണിക്കുട്ടിയും ശ്രീവിദ്യയുമാണ്. ആദ്യം കല്യാണിക്കുട്ടിയെ ക്ഷണിക്കുന്നു. ഈ സ്റ്റേജ് ക്വിസ് മാസ്റ്റർക്ക് കൈമാറുന്നു. അപ്പം നമുക്ക് ആരംഭിക്കാം അല്ലേ? നിങ്ങൾക്കാർക്കും ടെൻഷനൊന്നും ഇല്ലല്ലോ, എല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, ഒന്നും ബുദ്ധിമുട്ടിക്കുന്നതില്ല. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതൊരു വീഡിയോ ക്വസ്റ്റ്യൻ ആണ്. എന്തോ ഒരു വിഭവം തയ്യാറാക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇത് എന്തിൻ്റെ പാചകമാണ്? ഇതെന്താണ് ഉണ്ടാക്കുന്നത്? പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. ടീം ഡി, ടീം ഇ, ടീം ബി പൗൺസ് ചെയ്യുന്നു. പൗൺസിംഗ് ടൈം അവസാനിച്ചു. ടീം എക്കുള്ള ഡയറക്റ്റ് ചോദ്യമായിരുന്നു. ടീം എക്ക് ഉത്തരം പറയാം. വട്ടയപ്പം. വട്ടയപ്പം അല്ല. ടീം ബി പൗൺസ് ചെയ്തു. ടീം സി ചട്ടിപ്പത്തിരിയാണോ? ചട്ടിപ്പത്തിരി അല്ല. ഇവരെല്ലാവരും പൗൺസ് ചെയ്തു. അപ്പോൾ ഒരു പ്രത്യേക ഫുഡ് സ്റ്റഫായിരുന്നു, എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഫുഡ് സ്റ്റഫ് ഇനത്തിൽ ഭൗമസൂചിക പദവി കിട്ടിയ ഒരു വസ്തു ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കിയാലോ? അത് രാമശ്ശേരി ഇഡ്ഡലി ആയിരുന്നു. രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ, ദോശ പരത്തുന്നത് പോലെയൊക്കെയാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്കത് ചട്ടിപ്പത്തിരി ആയിട്ട് തോന്നിയതും. ടീം ഇതിങ്ങനെ മറിച്ച് വെക്കണം. അപ്പോൾ അവിടെ ആലീസ്, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ടീം ബിയുടെ ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ചോദ്യം കണ്ടല്ലോ, ഇതിൽ വിട്ടുപോയ ഒരു ഭാഗമുണ്ട്, ആ കറുപ്പ് കോളത്തിലുള്ളത്. അപ്പം അതിന് മുകളിൽ എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ ക്ലൂ. എന്താണ് ആ വിട്ടുപോയ ഭാഗം? പൂരിപ്പിക്കണം. അപ്പോൾ പൗൺസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ പൗൺസ് ചെയ്യാം. ടീം ഡി മാത്രമേ പൗൺസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പൗൺസിങ് ടൈം ക്ലോസ് ചെയ്യുന്നു. ടീം ബിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മുകളിലുള്ളതാണ് അതിൻ്റെ ക്ലൂ. മലബാർ. മലബാർ ഉത്തരം ശരിയാണ്. എന്താണത്? എന്താണ്? കേരളം രൂപീകരിച്ചപ്പോൾ 5 ജില്ലകൾ. 5 ജില്ലകൾ. വളരെ ശരി ഉത്തരം. നിങ്ങൾ അത്യാവശ്യം കൈയടിച്ച് വരെ പ്രോത്സാഹിപ്പിക്കണം, നല്ല നല്ല ഉത്തരങ്ങൾ പറയുന്നവരാണ്. അപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിച്ച സമയത്തെ 5 ജില്ലകളാണ്. അതിലൊന്നായിരുന്നു മലബാർ. ടീം ബി, ടീം ഡി 10 മാർക്ക്. അപ്പം ഇനി അടുത്ത ചോദ്യം ടീം സിക്കുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. ഒരു ഇമേജ് വരും, അതെന്താണെന്ന് പറയണം. ചോദ്യം 3, ഇതെന്താണ്? ഇത് കുറച്ചു കാലം മുമ്പ് വരെ മിക്ക അടുക്കളയിലും ഉണ്ടായിരുന്ന ഒരു മരപാത്രമാണ്. എന്താണ് ഇതിൻ്റെ പേര് എന്നാണ് പറയേണ്ടത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അടുക്കളകളിൽ ചിലപ്പോൾ കാണൂല, പക്ഷെ പണ്ട് എല്ലാ അടുക്കളകളിലും ഉള്ള ഒരു വസ്തുവാണ്. എന്താണ് ഇതിൻ്റെ പേര്? പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. ക്ലൂ വേണോ? വേണം. ഉപ്പ് ഇട്ട് വെക്കാനാണ്. ഉപ്പാണ് ഇതിൽ പ്രധാനമായിട്ടും ഇട്ട് വെക്കുന്നത് ഈ പാത്രത്തിൽ. ആരും പൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ ടീം സിക്ക് പറയാം.
പറഞ്ഞു. അറിയില്ല. ടീം ഡി ബൈക്ക് എടുത്ത് പറയടാ. പാസ് 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 പാസ്. ഇത് എളുപ്പമുള്ള ഉത്തരമായിരുന്നു. എന്താന്ന് ഉത്തരം നോക്കാം. അതിന്റെ പേര് മരവി എന്നായിരുന്നു. അത് ഉപ്പു മരവി എന്നാണ് പ്രധാനമായിട്ടും അറിയുന്നത്. അടുക്കളയിൽ എന്തായാലും ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന, അടുക്കളയിൽ മൂലയ്ക്ക് വെച്ചിരുന്ന ഒരു വസ്തുവാണിത്. ഉപ്പു മരവി എന്നാണ്. ഇത് എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളെല്ലാം പുതിയ കുട്ടികളായതുകൊണ്ട് അടുക്കളയിൽ അധികം കയറാത്തത് കൊണ്ടുമാണോ അറിയാത്തതെന്ന് അറിയില്ല. എന്തായാലും പഴയ അടുക്കളകളിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുവാണിത്, ഉപ്പു മരവി. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം ഡി ടീമിൻ്റെതാണ്. അതൊരു വീഡിയോ ക്വസ്റ്റ്യൻ ആണ്. നമുക്കാദ്യം ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഇത് വളരെ മനോഹരമായൊരു പക്ഷിയല്ലേ. അപ്പോൾ ഈ പക്ഷിയെക്കുറിച്ച് കേരളത്തിലെ പക്ഷികൾ എന്ന ഇന്ദുചൂടൻ്റെ പുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇന്ത്യ ഒട്ടാകെ കാണപ്പെടുന്ന മാടത്തയോളം വലിപ്പമുള്ള കേമമായ മേക്കപ്പുള്ള നാണക്കാരനായ ഒരു സുന്ദരൻ പക്ഷി. സുന്ദരനാണല്ലോ. പക്ഷെ ഇവൻ പൊതുവെ അറിയപ്പെടുന്ന ഇവൻ്റെ പേര് കാവി എന്നാണ്. കേരളത്തിൽ ഇവനെ അറിയപ്പെടുന്നത്. ഇതിൽ കാവി നിറം ഇല്ലെങ്കിലും കാവി എന്നാണ് ഇവിടെ പൊതുവെ ഈ പക്ഷി അറിയപ്പെടുന്നത്. ഏറ്റവും ഇതായിട്ടുള്ളത് അതിൻ്റെ ശരീരത്തിൽ 9 നിറങ്ങളുണ്ട്. 9 നിറങ്ങളാണ് നിങ്ങൾ ഈ പക്ഷിയിൽ കണ്ടത്. മറ്റ് പക്ഷികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തനാക്കുന്നത് ഈ 9 നിറങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും ഈ പക്ഷി ഇന്ത്യ ഒട്ടാകെ എന്ത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്? ക്ലൂ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഡിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. ആരും പൗൺസ് ചെയ്യുന്നില്ല. അതിൽ ക്ലൂ അതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. എളുപ്പമാണ്. ആരും പൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിക്ക് ഉത്തരം പറയാം. അയൺ കളേർഡ് ബേർഡ് അല്ല. ഈ പാസ് നവഗ്രഹ പക്ഷി. നവഗ്രഹ പക്ഷിയല്ല. ടീമേ പാസ് നവരത്ന പക്ഷി. നവരത്ന പക്ഷിയും അല്ല. നൗകാവിയാണോ? അല്ല. ഏകദേശമൊക്കെ കുറെ അടുത്ത് വന്നു. എന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ വിഷമം തോന്നും. അപ്പം നമുക്ക് ഉത്തരം കണ്ടാലോ? അവൻ്റെ പേര് നവരംഗ് എന്നായിരുന്നു. 9 നിറങ്ങളുള്ള ആ പക്ഷി. 9 നിറമുള്ള പിന്നെ നവരംഗ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അവൻ ഇന്ത്യൻ പിറ്റ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പം ഇത്രയും കളറുകളുള്ള പക്ഷി വേറെയില്ല. അത് നിങ്ങൾ പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഉത്തരമാണ്. കുഴപ്പമില്ല. മിക്ക ചോദ്യങ്ങളിലും അതിൻ്റെ ക്ലൂ ഉണ്ട്. നിങ്ങൾ ആ ക്ലൂ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം ടീം ഇയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ചോദ്യം കണ്ടുവന്നാലോ? ഒരു കവിതാ ശകലമാണ് നിങ്ങൾ കാണുന്നത്. കണ്ടല്ലോ, ടീം ഇക്കുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണേ. അപ്പം ഇത് മഹാകവി കുമാരനാശാൻ്റെ പ്രസിദ്ധീകരിക്കാത്ത ഒരു കവിതാ ശകലമാണ്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ ഉണ്ടായിരുന്നതാണ്. ഇത് എന്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്? ആ ഡാഷ് ഇട്ട ഭാഗത്ത് അതിനുള്ള ക്ലൂ ആണ്. അതിരസമായി അദോഷമായും ക്ഷിതീതിലിങ്ങിനെ വാഹനങ്ങളുണ്ടോ, അതുല ജവമടെപ്പോഴും ഗമിപ്പാൻ ചതുരതയാർന്ന ഡാഷ് പോലെ. ആ ഡാഷിനെ കുറിച്ചാണ് ഈ കവിത. എന്താണ് ആ ഡാഷ്? അതിൽ ബാക്കിയുള്ള ക്ലൂ ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കാത്ത ഒരു കവിതയാണ്. ടീം ഇയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗൺസ് ചെയ്യുന്നവർക്ക് ഇപ്പം പൗൺസ് ചെയ്യാം. മഴ 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 മഴയല്ല. ടീം എഫ് ബോട്ടാണ്. ബോട്ടല്ല. ടീം എ സമയം. സമയമല്ല. ട്രാഫിക് ലൈറ്റ്. ട്രാഫിക് ലൈറ്റ് അല്ല. ചുണ്ടൻ വെള്ളാണോ? ചുണ്ടൻ വെള്ളമല്ല. ബസ്. ബസ്സല്ല. ഇവർ കുറച്ചും കൂടെ അതിൽ വാഹനങ്ങളുണ്ടോ എന്നുണ്ടായിരുന്നു. ഒരു വാഹനത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നിയില്ല? അതായിരുന്നു എൻ്റെ ക്ലൂ. അപ്പം നമുക്ക് ഉത്തരം നോക്കിയാലോ? അത് സൈക്കിളിനെ കുറിച്ചാണ്. ഏറ്റവും ഈസിയായി എവിടേക്കെങ്കിലും പോകാൻ. അദ്ദേഹം സൈക്കിൾ ചവിട്ടാൻ പഠിച്ച ദിവസത്തെ ഡയറി കുറിപ്പിൽ അദ്ദേഹം എഴുതിയതാണ് ഇതിനെക്കുറിച്ച്. എവിടെ പോകാനും എളുപ്പത്തിൽ പോകാൻ പറ്റിയ വാഹനം. അപ്പോൾ ആ ഡാഷിലുണ്ടായിരുന്ന പദം ഇതാണ്, ചവിട്ടുവണ്ടി എന്നുള്ളതായിരുന്നു. അപ്പോൾ ചവിട്ടുവണ്ടി പോലെ വളരെ ഇതായിട്ടുള്ള ഒരു വണ്ടി വേറെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പം അത് എളുപ്പമുള്ള ചോദ്യമായിരുന്നില്ലേ? അതിൽ ക്ലൂ ഉണ്ടായിരുന്നു.
നിങ്ങളെല്ലാ ക്ലൂവും ഇനി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ചോദ്യം ടീം എഫിനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ 2 വീഡിയോ വരും. ആദ്യം ഒരു വീഡിയോ കാണാം. आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर सबको मालूम है और सबको खबर हो गई. ഇത് പാടിയാളെ അറിയാലോ, ഇതിഹാസ ഗായകനായ മുഹമ്മദ് റഫി സാഹബാണ്. മുഹമ്മദ് റഫി സാഹബിൻ്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു കഴിഞ്ഞു പോയത് 2024. അപ്പോൾ റഫി സാഹബ് ഒരേ ഒരു മലയാള ചിത്രത്തിന് വേണ്ടിയിട്ടേ പാടിയിട്ടുള്ളൂ. ആ പാടിയിട്ടുള്ളത് ഒരു മലയാള ഗാനമല്ല. അപ്പോൾ ആ ഗാനം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. शबाब लेके वो जाने. അത് കുതിരവട്ടം പപ്പു ആയിരുന്നു. അപ്പോൾ റഫി സാഹിബിൻ്റെ പാട്ടിൽ അഭിനയിക്കാനൊരു യോഗം കിട്ടിയ ആൾ കുതിരവട്ടം പപ്പു സാറാണ്. ഒരു വലിയ നായകന്മാരൊന്നും വരാതെ വന്ന ഒരിതാണ്. അപ്പം എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എഫിനോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് സിനിമയിലേതാണ് ഈ ഗാനം? ഇപ്പോൾ പൗൺസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ പൗൺസ് ചെയ്യാം. ഇദ്ദേഹം ആലപിച്ച ഈ ഗാനം ഏത് മലയാള ചലച്ചിത്രത്തിലേതാണ്? ആരും പൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ എഫിന് പറയാം. കോളിളക്കമാണ്. കോളിളക്കമല്ല. എ പാസ്. പാസ്. ടീം സി പറഞ്ഞു നോക്ക്, ചിലപ്പോൾ ശരി. ആരണ്യകാണോ? അല്ല. തളിരിട്ട കിനാക്കൾ. തളിരിട്ട കിനാക്കൾ നല്ല ഉത്തരമാണ്. അപ്പം നമുക്കൊന്ന് ഉത്തരം കണ്ടുവരാം. തളിരിട്ട കിനാക്കളായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ടീം ഡി 10 മാർക്ക്. അപ്പം അടുത്ത ചോദ്യം, ആദ്യത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത ചോദ്യം ഓഡിയൻസിനുള്ളതാണ്. ഈ ചോദ്യം ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്, കുട്ടികളുടെ ക്വിസ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ മുതിർന്നവർക്ക് അത് പാസ് ചെയ്യാം. അപ്പം സമ്മാനമുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഓഡിയൻസ് ക്വസ്റ്റ്യൻ. ഇത് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ. ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വളരെ അടുത്ത സുഹൃത്താണ് ഇദ്ദേഹത്തിന് ഇത് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. അതാരാണ് എന്നുള്ളതാണ് ചോദ്യം. കൈ ഉയർത്തി. ഉത്തരം ശരിയാണ്. ഉത്തരം കാണാം. പേരെന്തായിരുന്നു? അഭിനവനൊരു അതാണ്. നിങ്ങളുടെ കയ്യടികൾ അവർക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു പ്രോത്സാഹനമാവാൻ. നല്ല ഈ കുട്ടികൾ ഇത്ര നല്ല ഉത്തരങ്ങൾ പറയുന്നില്ലേ? അപ്പം നമുക്ക് നിങ്ങളൊന്ന് സെറ്റായല്ലോ. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? റൗണ്ട് 2. റൗണ്ട് 2ഉം അതേ ക്രമത്തിലാണ്, എ മുതലാണ്. നമുക്ക് തുടങ്ങിയാലോ റൗണ്ട് 2? അപ്പോൾ ശരി, റൗണ്ട് എഫ് മുതൽ തുടങ്ങാം. ചോദ്യം പോവാം. എഫ് മുതലാണേ തിരിച്ച്. ഓക്കെ, കണ്ടല്ലോ ഈ ചിത്രം. ഇപ്പം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങളെയാണ് നിങ്ങൾ ഇപ്പുറത്ത് കാണുന്നത്. ആ ചിത്രത്തിലുള്ള അതിൽ മലയാളികളുണ്ട്. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ഇവരൊക്കെ ഉണ്ട്. 3 പേരായിരുന്നു അന്ന് അതിനകത്തുണ്ടായിരുന്ന മലയാളികളായിട്ടുള്ളവർ. ഈ വനിതാ അംഗങ്ങളെ പ്രമേയമാക്കിക്കൊണ്ട് ആഞ്ചലിക്ക അരിബാമും ആകാശ് സത്യാർത്ഥിയും ചേർന്ന് രചിച്ച ഒരു പുസ്തകത്തിൻ്റെ കവർ പേജാണ് നിങ്ങൾ ഇപ്പുറത്ത് കാണുന്നത്. ഈ ഫോട്ടോ, ആദ്യം കാണുന്ന ഫോട്ടോ. ഈ പുസ്തകത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ഫോട്ടോസാണ് എൻ്റെ ക്ലൂ. എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര്? ടീം എഫിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പൗൺസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ പൗൺസ് ചെയ്യാം. ആരും പൗൺസ് ചെയ്യുന്നില്ല. ടീം എഫിന് പറയാം. ലെജിസ്ലേച്ചർ അല്ല. ടീം ഇ ഇന്ത്യൻ വിമൻസ് അല്ല. 15 വിമൻ അല്ല. ടീം സി ഭാരത് കൗരത്താണോ? അല്ല. ടീം ബി 4 women. അല്ല. ഇന്ത്യൻ വുമൺ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. ഏകദേശം അടുത്തെത്തിയ ഒരു ഉത്തരം ഉണ്ടായിരുന്നു. നമുക്ക് ഉത്തരം കാണാം. ദ 15 എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. ദ 15. ആ 15 പേരായിരുന്നു ആ ക്ലൂ. ആ ചിത്രം അതിനാണ് തന്നത്. ആ 15 പേരായിരുന്നു. ആ 15 പേരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇതിനകത്തെ വനിതകളായിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാരായ വനിതകളുടെ ചിത്രമാണ് അവിടെ തന്നത്. അപ്പോൾ ഇതിലാർക്കും മാർക്കില്ല. അടുത്തത് നമ്മൾ ഈക്കുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടാലോ? ചിത്രം കണ്ടല്ലോ? ഇതൊരു പെയിൻറ്റിംഗ് ആണ്, ഓയിൽ പെയിൻറ്റിംഗ് ആണ്. അതിപ്രശസ്തമായൊരു പെയിൻറ്റിംഗ് ആണിത്. ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിങ്ങിന് ലഭിക്കാവുന്ന ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ ഒരു പെയിൻറ്റിംഗ് ആണിത്. എനിക്ക് ഈ ആർട്ടിസ്റ്റിൻ്റെ പേരാണ് വേണ്ടത്, പെയിൻറ്റിങ്ങിൻ്റെ പേരല്ല. പൗൺസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ പൗൺസ് ചെയ്യാം. ഈയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ആ ആർട്ടിസ്റ്റ്? ആ ഇന്ത്യൻ പെയിൻറ്റർ ആരാണ്?
ബൗൺസിങ് ടൈം ക്ലോസ് ചെയ്യുന്നു. ടീം ഇയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അമൃത ഷെർഗിൽ. അമൃത ഷെർഗിൽ. നമുക്ക് ഉത്തരം കണ്ടാലോ? അമൃത ഷെർഗിലാണ്. ഇത് ഷെർഗിലിൻ്റെ ദ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന ചിത്രമായിരുന്നു നിങ്ങൾ കണ്ടത്. അപ്പോൾ ടീം എഫ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ടീം ഡിയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം കാണാം. ഈ കവിത യുഗാന്തം എന്നാണ് ഈ കവിതയുടെ പേര്. പ്രാണൻ നിലച്ചതുപോലെ, ഈ മണ്ണിൻ്റെ ഈണം മറഞ്ഞതുപോലെ, നിളയുടെ കണ്ണീർ കലക്കത്തിൽ ആകാശഭൂമികൾ വിങ്ങി നിറഞ്ഞു വിതുമ്പുന്ന നാദമായി, ഇല്ല പോയിട്ടില്ല ഞാൻ എന്ന് തുള്ളികൾക്കുള്ളിൽ തുടിക്കുന്നു 2 ജീവാക്ഷരം. ഇല്ല പോകുന്നില്ല ഞാൻ കഥ പിന്നെയും ചൊല്ലിത്തരാമെന്ന് പൂർണ്ണ പുണ്യാക്ഷരം. സ്പന്ദിക്കയല്ലയോ ജീവേതിഹാസങ്ങൾ ഒന്നിച്ച വാക്കായി നിതാന്ത വാത്സല്യമായി. ഇല്ല യുഗാന്തമാവില്ല ആവില്ലി മഹാപ്രാണൻ ആരെയും പുൽകി നിൽക്കുവോളം വരെ. ഈ കവിത ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ക്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയേണ്ടത് ഈ കവിത എഴുതിയത് ആരാണ്. ഈ കവിത ആ കവിയുടെ കൈയക്ഷരമാണ് നിങ്ങൾ കാണുന്നത്, ആ കൈപ്പടയിലാണ്. കവിത ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ കവി എഴുതിയത് ആരാണ്, അതാണ് ചോദ്യം. ഡിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡി ഒഴിച്ച് മറ്റുള്ളവർക്ക് ഇപ്പോൾ പൗൺസ് ചെയ്യാം. ആരും പൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിക്ക് ഉത്തരം പറയാം. ഏറ്റവും അടുത്ത കാലത്തുള്ള ഒരു കാര്യമല്ലേ? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടല്ല. ശ്രീകുമാരൻ തമ്പിയാണോ? ശ്രീകുമാരൻ തമ്പിയല്ല. മധുസൂദനൻ നായർ സാർ. മധുസൂദനൻ നായർ സാറാണ്. നമുക്ക് അത് ഉത്തരം കണ്ടുവന്നാലോ? ഈ മധുസൂദനൻ നായർ സാറാണ്. ആരെക്കുറിച്ചായിരുന്നു കവിത? MT വാസുദേവൻ നായർ സാറിനെ കുറിച്ചായിരുന്നു ആ കവിത. വി മധുസൂദനൻ നായർ. ആരും പൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ടീം ബി. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടീം സിയോടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. ചോദ്യം കാണാം. കണ്ടല്ലോ, ഇതൊരു അവാർഡാണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ആർക്കിടെക്ചറിന് നോബൽ പ്രൈസ് എന്നാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത്. ഈ വളരെ പ്രശസ്തമായ ആ ഫീൽഡിൽ ഏറ്റവും പ്രശസ്തമായ ഒരു അവാർഡാണ്. ഒരേ ഒരു ഇന്ത്യക്കാരനെ അത് കിട്ടിയിട്ടുള്ളൂ ഇത്രയും കാലം കൊണ്ട്. അദ്ദേഹമാണ് ഇപ്പുറത്ത് കാണുന്ന ബാലകൃഷ്ണ ദോഷി എന്ന് പറയുന്ന മനുഷ്യൻ. പല IITകൾ ഇതിൻ്റെ ഇതിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പങ്കുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്താണ് ഈ അവാർഡ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത്? ടീം സിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. എന്ത് പേരിലാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത്? ടീം ഡി മാത്രമേ പൗൺസ് ചെയ്തുള്ളൂ. അപ്പോൾ ഇനി മറ്റാരും പൗൺസ് ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കട്ടെ. ടീം സിക്ക് ഉത്തരം പറയാം. വിശ്വേശ്വരയ്യ അവാർഡാണോ? വിശ്വേശ്വരയ്യ അല്ല. ലാറി ബേക്കർ അവാർഡ്. ലാറി ബേക്കർ അല്ല. പാസ്. പാസ്. ടീമേ പാസ്. പാസ്. ടീമി പാസ്. അപ്പോൾ നമുക്ക് ഒരു പൗൺസ് ചെയ്തു. ടീം ഡി പൗൺസ് ചെയ്തു. നമുക്ക് ഉത്തരം കണ്ടുവന്നാലോ? ഉത്തരം കാണാം. ഇദ്ദേഹത്തിൻ്റെ ഈ അവാർഡിൻ്റെ പേര് പ്രിറ്റ്സ്കർ പ്രൈസ് എന്നായിരുന്നു. ആർക്കിടെക്ചറിൻ്റെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് പ്രിറ്റ്സ്കർ പ്രൈസ് ആണ്. ഇത് ചിക്കാഗോയിലെ പ്രിറ്റ്സ്കർ ഫാമിലി, അവർക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, ഹയാത്ത് ഫൗണ്ടേഷൻ. അതാണ് ഈ അവാർഡ് നൽകുന്നത്. അപ്പോൾ ആർക്കിടെക്ചർ മേഖലയിൽ തന്നെ ഏറ്റവും ഇതായിട്ടുള്ള അവാർഡാണ് പ്രിറ്റ്സ്കർ പ്രൈസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ടീം ബിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ കാണാം. ഒരു വീഡിയോ ആണ്, നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. കണ്ടല്ലോ, ആളെ മനസ്സിലായോ? ആരാ? ദീപ കർമാക്കർ. അപ്പോൾ റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ദീപ കർമാക്കർ ജിംനാസ്റ്റിക്സിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ദീപ കർമാക്കർ ചെയ്ത ഈ വോൾട്ട് ഉണ്ടല്ലോ, ഈ കരണം മറിച്ചിൽ, ഈ മലക്കം മറിച്ചിൽ, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ്. ഏറ്റവും അതിൽ തന്നെ ജിംനാസ്റ്റിക്സിലെ ഏറ്റവും ഇതായിട്ടുള്ള വോൾട്ടാണ് അവർ ചെയ്തത്. എനിക്ക് ആ വോൾട്ടിൻ്റെ പേരാണ് വേണ്ടത്. എന്താണ് ആ വോൾട്ട് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ് ആ വോൾട്ട് അറിയപ്പെടുന്നത്? പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. സിയും ഡിയും മാത്രമേ പൗൺസ് ചെയ്യുന്നുള്ളൂ, മറ്റാരും പൗൺസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഉത്തരം പറയാം. പ്രൊഡ്നോവ വോൾട്ട്. പ്രൊഡ്നോവ വോൾട്ട്. അപ്പോൾ ഉത്തരം കണ്ടാലോ? ഇങ്ങനെയാണ് അത് ചാടുന്നത്. വോൾട്ടിൻ്റെ ഇത് പ്രൊഡ്നോവ വോൾട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള വോൾട്ടാണ്. ഇവർ ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് കയ്യടികളാവാം, നിങ്ങൾ വെറുതെ മടിച്ചിരിക്കേണ്ട. നല്ല നല്ല ഉത്തരങ്ങളാണ് അവർ പറയുന്നത്. അപ്പം പ്രൊഡ്നോവ വോൾട്ട്. അപ്പോൾ എലന പ്രൊഡ്നോവ എന്ന റഷ്യക്കാരിയാണിത്
ആദ്യമായിട്ട് അതിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നതും. ദീപ കർമാർക്കർ ഈ 2024 ജിംനാസ്റ്റിക്സിൽ നിന്ന് വിരമിച്ചു. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇതാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എയോടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. ചോദ്യം കാണാം. ഇതൊരു സ്ഥാപനത്തിൻ്റെ ലോഗോയാണ്, ചിഹ്നമാണ്. അപ്പോൾ ആ സ്ഥാപനമാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. 75 വർഷം മുമ്പെയാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത്. ഏതാണ് ആ സ്ഥാപനം? എക്കുള്ള ഡയറക്റ്റ് ചോദ്യം. പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. ബിയും എഫും പൗൺസ് ചെയ്യുന്നു. ഒരു മിനിറ്റ് പൗൺസ് ചെയ്യാം. കൗൺസിലിംഗ് ടൈം ക്ലോസ് ചെയ്യുന്നു. എക്ക് ഉത്തരം പറയാം. സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ലോഗോയാണത്. വളരെ നല്ല ഉത്തരം. അപ്പൊ ഇതേ കയ്യടികൾ ഇനിയും ഉണ്ടാവട്ടെ. അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്, ഓഡിയൻസിനുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് അത് കുഞ്ഞുങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ സന്തോഷം, ഇല്ലെങ്കിൽ വലിയവർക്ക് അപ്പം തരാം. അപ്പൊ ഓഡിയൻസ് ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുവന്നാലോ? ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതുവരെ ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ക്രിമിനൽ കോഡിന്റെ പേര് എന്താണ്? ഒരു പ്രത്യേക, അവിടെ IPC ബാധകമല്ലായിരുന്നു, അവിടെ പ്രത്യേകം ഇതായിരുന്നു. അവിടെ നമ്മൾ ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്യുന്നത് വരെ അവിടെ പ്രത്യേകം പീനൽ കോഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ഇത് 1932 ഡോഗ്ര രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് പ്രാബല്യത്തിൽ വന്നത്. കുട്ടികളാരെങ്കിലും? റൺബീർ പീനൽ കോഡ്. വളരെ ശരിയായ ഉത്തരമാണ്. പേരും കൂടെ പറയുമോ? ഷിഹാദ്. ഷിഹാദ് കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഷിഹാദിന് നല്ലൊരു കയ്യടിയുണ്ട്. റൺബീർ പീനൽ കോഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ജമ്മു കാശ്മീർ. ഇപ്പോൾ അത് 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് അദ്ദേഹം അവിടുത്തെ രാജാവായിരുന്നു. മഹാരാജ രൺബീർ സിംഗ് ആണ് ആ നിയമം ഉണ്ടാക്കാൻ കാരണമായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരും അതിന് കൊടുത്തിരിക്കുന്നത്. നല്ല മിടുക്കൻ, നല്ല ഉത്തരം. അപ്പം നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. റൗണ്ട് 3ലേക്ക്. റൗണ്ട് 3 തിരിച്ചിങ്ങോട്ട് A മുതലാണ്. പോയാലോ? റൗണ്ട് 3 കുറച്ച് ക്ലൂസ് ആണുള്ളത്. ഇത് വായിച്ച് ഇതിൽ നിന്ന്, ഈ സൂചനകളിൽ നിന്ന് നിങ്ങൾ ആളെ തിരിച്ചറിയണം. സൂചന ഞാൻ വായിക്കാം. 1924 പെഷാവർ, ഇന്നത്തെ പാകിസ്ഥാനിലാണ് ജനിച്ചത്. സൃഷ്ടിനാഥ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര്. നല്ല വെളുത്ത് തുടുത്ത കുട്ടിയായിരുന്നുകൊണ്ട് ഗോര എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ നല്ല തടിയുണ്ടായിരുന്നു. കൂട്ടുകാരൊന്നും കളിക്കാൻ കൂട്ടാക്കില്ല, അധികം പഠിക്കൂല്ലായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല പുള്ളിക്ക്. അതിനൊക്കെ ശേഷം ചന്തുലാൽ ഷാ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറുടെ സ്റ്റുഡിയോയിൽ ക്ലാബ് ബോയ് ആയിട്ടാണ് ഇദ്ദേഹം ജീവിതം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് സ്റ്റുഡിയോ അസിസ്റ്റൻ്റായി, അസിസ്റ്റൻ്റ് ഡയറക്ടറായി, പിന്നെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഇദ്ദേഹം നീൽ കമൽ എന്ന സിനിമയിൽ നായകനുമായി. ആരാണ്? ഈ സൂചനകൾ വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം ഇതാരാണ്. എയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ബാക്കിയുള്ളവർക്ക് പൗൺസ് ചെയ്യാം. സി പൗൺസ് ചെയ്യുന്നു. എഫ്, ഡി, അപ്പോൾ പൗൺസിങ് ടൈം ക്ലോസ് ചെയ്യുന്നു. എക്ക് പറയാം. പാസ്. ബി അമിതാഭ് ബച്ചൻ അല്ല. സി പൗൺസ് ചെയ്തു. ഡി പൗൺസ് ചെയ്തു. ഇ പാസ്. എഫ് പൗൺസ് ചെയ്തു അല്ലേ? അപ്പം നമുക്ക് ഉത്തരം കണ്ടു വന്നാലോ? ഇതായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഷോമാൻ ഓഫ് ഇന്ത്യൻ സിനിമ. അദ്ദേഹം വളരെയധികം നടനായിരുന്നു, സംവിധായകനായിരുന്നു, സിനിമ നിർമ്മാതാവായിരുന്നു, സ്വന്തം സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ള ഗ്രേറ്റസ്റ്റ് ഷോമാൻ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന രാജ് കപൂർ ആയിരുന്നു ആ സൂചനകളിൽ ഉണ്ടായിരുന്നയാൾ. ഇദ്ദേഹത്തിൻ്റെയും ജന്മശതാബ്ദി വർഷമാണ് 2024. കഴിഞ്ഞു പോയതും അതായിരുന്നു. അപ്പോൾ ഉത്തരങ്ങൾ അടുത്ത ചോദ്യം ടീം ബിക്കുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദ്യം നമുക്ക് കണ്ടാലോ? 2 അവാർഡുകളാണ്. ഒന്ന് റമൺ മാഗ്സസെ അവാർഡാണ്, ഒന്ന് ഓസ്കാർ അവാർഡാണ്. ഓസ്കാർ അക്കാഡമി അവാർഡ്സാണ്. അപ്പോൾ ചോദ്യം ഇതാണ്. 2024 ഒരു അപൂർവതയുണ്ടായിരുന്നു. ഇത് രണ്ടും കിട്ടിയ ഒരാളുണ്ടായിരുന്നു. ആ ആളെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. 2024 ഓസ്കാർ അവാർഡ്, അക്കാഡമി അവാർഡ്സ് കിട്ടിയതും റമൺ മാഗ്സസെ അവാർഡ് കിട്ടിയതുമായ ഒരു വ്യക്തി. അതൊരു അപൂർവതയാണ്. അത് ഇതുവരെ അങ്ങനെ ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അതാരാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. ബിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്ലൂ വേണോ?
അദ്ദേഹം ഒരു ഏഷ്യക്കാരനാണ്. ഇല്ല, ആരും പൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ ബിക്ക് പറയാം. പാസ്. പാസ്. ടീം സി പാസ്. പാസ്. ടീം ഡി പാസ്. പാസ്. ടീം ഇ രവി കണ്ണൻ അല്ല. അഖില കുർസോവ അല്ല. ടീം എ പാസ്. പാസ്. ഈ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടോ? ഇതൊരു അപൂർവതയാണ്. ഇല്ല, ആരും ട്രൈ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ആൻസർ കണ്ടിട്ട് വന്നാലോ? ഹയാവോ മിയാസാക്കിയാണ്. ഹയാവോ മിയാസാക്കി അറിയാത്തവരുണ്ടോ, ഗിബ്ലി സ്റ്റുഡിയോ അറിയാത്തവരുണ്ടോ എന്നൊക്കെ സംശയമാണ്. അപ്പം ഈ വർഷത്തെ ഒരു അപൂർവതയാണ്. അദ്ദേഹത്തിന് ബെസ്റ്റ് അനിമേഷൻ ഫീച്ചർ ഫിലിമിൻ്റെ ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന് പറയുന്ന ചിത്രത്തിന് ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ വർഷം തന്നെ ഇദ്ദേഹത്തിന് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പീസ് പ്രൊമോഷന് വേണ്ടി റമൺ മാഗ്സസെ അവാർഡും ലഭിച്ചിരുന്നു. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരവായിരുന്നു, എളുപ്പമല്ലായിരുന്നു. ഹയാവോ മിയാസാക്കി നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇതാരാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും, അത്രയേ ഉള്ളൂ. ടീം സിക്കൽ ആ പേരാണ് എഴുതേണ്ടത്. ടീം സിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? വേറെ ആരും പൗൺസ് ചെയ്യുന്നില്ല? ആരും പൗൺസ് ചെയ്യുന്നില്ല, ഒരാൾ മാത്രമേ പൗൺസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടീം സിക്ക് ഉത്തരം പറയാം. പേര് മുഴുവനായിട്ടും പറയണം. റൂമി അൽ കഹ്താനി അല്ല. കെൻസാലി അല്ല. പാസ്. 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 ടീം എ പാസ്. ടീം ബി പൗൺസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടു വന്നാലോ? ഉത്തരം കാണാം. ആരായിരുന്നു? വിക്ടോറിയ ഷീ എന്നുള്ളത് ഒരു ഇതായിരുന്നു, ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. ഉക്രൈൻ്റെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന് ഒരു സ്പോക്സ് പേഴ്സണെ ഉണ്ടാക്കിയത് ഒരു ടൂളായിരുന്നു. അതാണ് എൻ്റെ ഉത്തരം. ഒരു ടീം ഉത്തരം ചെയ്താക്കിയതിൽ സന്തോഷം. ഇനി ടീം ഡിയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദിച്ചാലോ? യെസ്, ഇതും ഒരു ക്ലൂ ആണ്. ഈ സൂചനകളിലൂടെ വികസിപ്പിച്ച് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തണം. 1870 ബോംബെയിൽ ജനിച്ച ഇദ്ദേഹം ചിത്രകാരനാണ്, മോഡലായിരുന്നു. പിന്നെ ഗുജറാത്തിൽ ഗോദ്രയിൽ പോയി അവിടെ ഫോട്ടോഗ്രാഫറായി. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും കുഞ്ഞും 1900 ഒരു പ്ലേഗിൽ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം ജർമ്മൻ മാന്ത്രികനായ കാൾ ഹേർട്സിനെ കണ്ടുമുട്ടി, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം രാജാ രവിവർമ്മയ്ക്കൊപ്പം വിപുലമായി പ്രവർത്തിച്ചു. ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. അത് രസകരമായൊരു ടേണിംഗ് പോയിന്റാണ്. അങ്ങനെ അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനാണ്. ആരാണത്? ഒരു ടീം പൗൺസ് ചെയ്യുന്നു. ടീം ഡിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ടീം സിയും എഫും പൗൺസ് ചെയ്യുന്നു. മറ്റു ടീമുകളാരും പൗൺസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ പൗൺസിങ് ടൈം ക്ലോസ് ചെയ്യാം. ഡിക്ക് ഉത്തരം പറയാം. നന്ദലാൽ ബോസ് അല്ല. ടീം ഇ പാസ്. നിങ്ങൾ പൗൺസ് ചെയ്തു. ടീം എ പാസ്. ടീം ബി ദാദാസാഹിബ് ഫാൽക്കെ. വളരെ മനോഹരമായ ഉത്തരം. ദാദാസാഹിബ് ഫാൽക്കെ ആണത്. ദുണ്ടിരാജ് ഗോവിന്ദ ഫാൽക്കെ. അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇത്രയെല്ലാം ജോലികളെല്ലാം ചെയ്താണ്. അവസാനം അദ്ദേഹത്തിനുണ്ടായ ഒരു ടേണിംഗ് പോയിന്റ്, അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി സിനിമാ നിർമ്മാണം പഠിച്ചു വന്നതിന് ശേഷമാണ് ഒരു ഇതായത്. അപ്പോൾ ഉത്തരത്തിന് നല്ല കൈയടി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടീം ഇക്കുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചോദ്യം കണ്ടാലോ? ഈ ചിത്രം കണ്ടല്ലോ. ഈ ചിത്രത്തിൽ ഈ താഴെ ഇരിക്കുന്ന ആളെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതിലൊരാൾ അതിപ്രശസ്തനാണ്. ഈ ഫോട്ടോയിൽ മുകളിലിരിക്കുന്ന ആ മനുഷ്യൻ അതിപ്രശസ്തനായ ഒരാളും താഴെ ഇരിക്കുന്നയാൾ ഒരാൾ പ്രശസ്തനാകേണ്ടിയിരുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രശസ്തനാകേണ്ടിയിരുന്ന ഈ മനുഷ്യൻ ആരാണ്? അതാണ് ക്ലൂ. അപ്പോൾ ടീം ഇയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, മറ്റുള്ളവർക്ക് പൗൺസ് ചെയ്യാം. ടീം ഡി പൗൺസ് ചെയ്തിരിക്കുന്നു. വേറെ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇദ്ദേഹത്തിന്റെ പേര് തന്നെ വേണോ? അദ്ദേഹത്തിന്റെ പേര് തന്നെ വേണം. അദ്ദേഹം ആരാണെന്നല്ലേ ചോദിച്ചത്? അതിനാണ് മറ്റേ ക്ലൂ ഉണ്ടായിരുന്നത്. എങ്ങനെ പ്രശസ്തനായെന്ന് മതിയോ? അത് പറ്റില്ല. അതിൽ വെച്ചാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. പ്രശസ്തി എന്താണെന്നും ഇത് കിട്ടിയാൽ ബാക്കി കിട്ടണമല്ലോ. അപ്പോൾ ടീമിക്ക് ഉത്തരം പറയാം. പാസ്. അവിടെ പൗൺസ് ചെയ്ത് ഇല്ലല്ലേ?
പാസ് പറയട്ടെ. പാസ്. പാസ്. രാകേഷ്. രാകേഷ്. മോഹൻ. രാകേഷ് പോരെ, അരമാർക്ക്. ഞാൻ ചോദിച്ചത് രാകേഷിനെ അല്ല, അല്ല, അതാണ് അതിലെ ഇത്. ടീം സി അഭിമന്യു മൽഹോത്രയാണോ? അല്ല, ടീം ഡി പൗൺസ് ചെയ്തല്ലേ, പൗൺസ് ചെയ്തു. അപ്പൊ നമുക്കൊന്ന് ഉത്തരം ഇത് ആരാണെന്ന് മനസ്സിലായോ? അപ്പുറത്തിരിക്കുന്ന ആള് ആരാ? രാകേഷ്. രാകേഷ് ശർമ്മയായിരുന്നു. രാകേഷ് ശർമ്മയുടെ കൂട്ടുകാരന്റെ പേരാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഉത്തരം കണ്ടാലോ? അദ്ദേഹത്തിന്റെ പേര് രവീഷ് മൽഹോത്ര എന്നാണ്. ഒരാൾ രാകേഷ് പറഞ്ഞു, ഒരാൾ മൽഹോത്രയും പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് രവീഷ് മൽഹോത്ര എന്നായിരുന്നു. ഇപ്പോൾ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണല്ലോ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയോടൊപ്പം തന്നെ ഈ ബഹിരാകാശ ദൗത്യത്തിൽ ട്രെയിനിങ് എടുത്തത് രവീഷ് മൽഹോത്രയായിരുന്നു. പക്ഷെ നറുക്ക് വീണത് രാകേഷ് ശർമ്മയ്ക്കാണ്. എല്ലാ കേസിലും ഇങ്ങനെയാണ്. ഇപ്പൊ ഗഗൻയാൻ ഇപ്പൊ ഇതുപോലെ 3 പേരെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പോകുന്നത് ഒരാളെ പോവുള്ളായിരിക്കും, പക്ഷെ അതുപോലെ ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അതിപ്രശസ്തനാകേണ്ടിയിരുന്ന രവീഷ് മൽഹോത്രയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. കുറേയൊക്കെ നിങ്ങൾ ക്ലൂ വർക്കൗട്ട് ചെയ്തു, എന്നാലും പോട്ടെ, സാരമില്ല, അടുത്തതിൽ പിടിക്കാം. ഓക്കെ, ടീം ഡി 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം എഫിനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കട്ടെ? യെസ്. ഇതൊരു കാർട്ടൂൺ പരമ്പര ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ കാർട്ടൂൺ പരമ്പര ജി അരവിന്ദിൻ്റെയാണ്. ചലച്ചിത്ര സംവിധായകനായ ജി അരവിന്ദിൻ്റെയാണ്. അതിലെഴുതിയിട്ടുണ്ട്, മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ റിപ്പബ്ലിക് പതിപ്പിൽ വരുന്നു, കാർട്ടൂൺ ആരംഭിക്കുന്നു, കാർട്ടൂണിസ്റ്റ് അരവിന്ദൻ. ആ കഥാപാത്രത്തിൻ്റെ പേരാണ് രാമു. രാമുവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിലും ഇതുമെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഈ പരമ്പരയുടെ പേരെന്താണ്? ഡയറക്റ്റ് അവർക്കാണ്. പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. ഡയറക്റ്റ് ടീം എഫിനുള്ളതാണ്. മറ്റുള്ളവർക്ക് പൗൺസ് ചെയ്യാം. പൗൺസ് ചെയ്യുന്നെങ്കിൽ ഇപ്പം പൗൺസ് ചെയ്യാം. ആരും പൗൺസ് ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടീം എഫിന് ഉത്തരം പറയാം. കാകദൃഷ്ടി. കാകദൃഷ്ടിയല്ല, അത് പോക്കറ്റ് കാർട്ടൂൺ അല്ലേ? ടീമേ തൊഴിൽ. തൊഴിൽ അല്ല. ചെറിയ ലോകവും വലിയ മനുഷ്യരും. അപ്പം നമുക്ക് അതിലൊരു കറക്ഷൻ ഉണ്ട്, ഉത്തരം തെറ്റാണ്. വലിയ ലോകവും ചെറിയ മനുഷ്യരും. അങ്ങനെയും അല്ല. ടീം ഡിക്ക് കൊടുത്താലോ? ചെറിയ ലോകവും വലിയ മനുഷ്യരും. അതല്ലേ അവർ പറഞ്ഞു. അപ്പം ഇനി ടീം ഇക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. ഇവരെല്ലാം പറഞ്ഞതിൽ ഉത്തരവുണ്ട്. ടീം ഇത് കറക്റ്റ് ചെയ്താൽ മതി. ടീം ഈ കറക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് കണ്ടാലോ ഉത്തരം? കാണാം. ടീം എഫിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ചെറിയ മനുഷ്യരും വലിയ ലോകവും ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്താണ് പറഞ്ഞത്. അല്ല, അവിടെ അതന്നെയാണ് പറഞ്ഞത്. ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്നാണ് പറഞ്ഞത്. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറഞ്ഞില്ലേ? വലിയ ലോകവും തിരിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്നായിരുന്നു അതിൻ്റെ ഉത്തരം. എളുപ്പമായിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ 1961 മുതൽ 1973 വരെ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ അവസാന പേജിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന കാർട്ടൂണായിരുന്നു ഇത്. അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളെല്ലാമാണ് ഇതിൽ പ്രതിപാദിച്ചിരുന്നത്. എളുപ്പമായിരുന്നുള്ള ചോദ്യമാണ്. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഓഡിയൻസിനുള്ളതാണ്. ഒരു വീഡിയോ ആണ്, അത് നമുക്ക് കേട്ടിട്ട് വരാം. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ മ്യൂസിക് ട്രൂപ്പിൻ്റെ പേരാണ്, റാറാ റാസ്പുട്ടിൻ. ഇവിടുത്തെ കുട്ടികൾക്ക് ആർക്കും പറയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡാണ്. കുട്ടികളല്ലല്ലോ പറയുന്നത്, കുട്ടികളാരും പറയുന്നില്ല. എന്നാൽ പിന്നെ അനന്തകൃഷ്ണൻ തന്നെ കൊടുക്കാം. ബോണിയം ആയിരുന്നു അത്. അനന്തകൃഷ്ണനാണ് ഉത്തരം പറഞ്ഞത്. ബോണിയമ്മിൻ്റെ ഇതായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ 3 റൗണ്ട് അവസാനിച്ച സ്ഥിതിക്ക് നമുക്ക് സ്കോർ എന്താണെന്ന് നോക്കാം. സ്കോറർ പറയും. 3 റൗണ്ടുകൾ പിന്നിട്ടപ്പോൾ ടീം എ 20 മാർക്സ്, ടീം ബി 80 മാർക്സ്, ടീം സി 35, ടീം ഡി 90 മാർക്സ്, ടീം ഇ 30 മാർക്സ്, ടീം എഫ് 50 മാർക്സ്. നമുക്ക് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3ാം എഡിഷനിലെ ഫൈനൽ റൗണ്ടാണ് നടക്കുന്നത്. 2 റൗണ്ടുകൾ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. അപ്പോൾ 4ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് കാണാം. சின்ன சின்ன கண்கள் சிரிக்கிறதோ கருவறை நீந்தும் மணக்கிறதோ 8
2024 വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ഒരു വിജയ് ചിത്രത്തിലെ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കാൻഡിഡേറ്റ്സ് കണ്ടെത്തേണ്ടത് ഈ ചിത്രത്തിൽ നമ്മൾ ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. എഫിൻ്റെ നേരിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഫൗൺസ് ചെയ്യുന്ന ടീമുകൾക്ക് ഫൗൺസ് ചെയ്യാം. വ്യക്തിയുടെ പേരാണോ പറയണ്ടേ? വ്യക്തിയുടെ പേരാണോ? അതായത് ഈ ചിത്രത്തിൽ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കണ്ടെത്തി നിങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തണം. രണ്ടും പറയണം. പ്രത്യേകത വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പക്ഷെ വ്യക്തിയുടെ പേരാണ് ഏറ്റവും അധികം വേണ്ടത്. വ്യക്തിയുടെ പേരെഴുതിയാൽ മാത്രമാണ് മാർക്ക് നിർത്തുന്നത്. എഫിനോടുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. എഫിനോട് നേരിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ പൗൺസ് ചെയ്യുന്ന ടീമുകൾക്ക് പൗൺസ് ചെയ്യാം. ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആരും പൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ ടീം എഫിനോടുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. ടീം എഫിന് ആൻസർ പറയാം. ഇത് മരിച്ചുപോയ ഒരാളുടെ ശബ്ദം എയിലൂടെ റീക്രിയേറ്റ് ചെയ്ത് പാടിയ പാട്ടാണ്. മരിച്ചുപോയ ആളിന്റെ പേര് പറയാം. ഭവതാരിണി. അപ്പൊ നമുക്ക് ആൻസർ കണ്ടാലോ? ഇവർക്കൊരു വലിയ കയ്യടി കൊടുക്കണം. കാരണം 2024 നമുക്കറിയാം ഇന്ത്യൻ സംഗീത ചരിത്രത്തിൻ്റെ കുലപതിയാണ് ഇളയരാജ. ഇളയരാജയുടെ ഏക മകളാണ് ഭവതാരിണി. ഭവതാരിണി ക്യാൻസർ രോഗബാധിതയായി ശ്രീലങ്കയിൽ വെച്ച് മരണപ്പെടുന്നു. അപ്പോൾ അവർ ആശുപത്രിയിലാകുന്നതിന് മുമ്പ് ഈ പാട്ടിൻ്റെ റെക്കോർഡിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ആശുപത്രി വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ചെയ്യാൻ പറ്റിയില്ല, മരിച്ചുപോയി. അപ്പോൾ ആ ഭവതാരിണിയോടുള്ള ഒരു ആദരവാണ്. കാരണം ആ മ്യൂസിക് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഈ പാട്ടിൽ അത് ഉൾപ്പെടുത്തിയത്. അപ്പം നമുക്ക് ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ടീം എഫിന് 10 മാർക്ക്. ടീം എഫാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നേരിട്ടുള്ള ചോദ്യം ടീം ഇയോടാണ്. ഒരു കുടുംബനാഥൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആ കുടുംബനാഥൻ ആരെന്നാണ്. ടീം ബൗൺസ് ചെയ്യുന്ന ടീം ഡി, ടീം സി, ടീം ബി, ടീം എ ബൗൺസ് ചെയ്തിട്ടുണ്ട്. ടീം ഇയോടുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. ടീം ഇക്ക് ആൻസർ പറയാം. ടീം ഇ പാസ് ചെയ്തു. ബാക്കി എല്ലാ ടീമും പൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഓഡിയൻസിൽ ആരെങ്കിലും ഇതിൻ്റെ ഉത്തരം പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഖേത്താൻ്റെ പരസ്യം പറയും, നാമമാത്രം ധാരാളം. അദ്ദേഹത്തിൻ്റെ മാന്ത്രിക വിരലുകളെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ റൗണ്ടിൽ നാലാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇദ്ദേഹത്തെ തിരിച്ചറിയുക എന്നാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ സൂചനകളുടെ ആവശ്യമില്ല. ഇദ്ദേഹത്തെ നിങ്ങൾ തിരിച്ചറിയണം. ടീം ഡിയോടുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. ഏതെങ്കിലും ടീം പൗൺസ് ചെയ്യുന്നുണ്ടോ? ടീം ഒന്നും തന്നെ പൗൺസ് ചെയ്യുന്നില്ല. ടീം ഡി ഉത്തരം പറഞ്ഞാലോ? പവൻകുമാർ ചാംലിംഗ്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇദ്ദേഹമാണ് പവൻകുമാർ ചാംലിംഗ്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ എല്ലാവരും വയ്യല്ലേ കയ്യടി കൊടുക്കാൻ തയ്യാറാണ്. പവൻകുമാർ ചാംലിംഗ് എന്ന് പറഞ്ഞാൽ 23 വർഷത്തിലധികമായ ഒരു സംസ്ഥാനത്തിൽ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു അദ്ദേഹത്തിൻ്റെ റെക്കോർഡൊക്കെ മറികടന്നാണ് അദ്ദേഹം ഭരിക്കുന്നത്. ഹരിത മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഹരിത മിഷൻ ആദ്യമായി കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പം നമുക്ക് അടുത്ത ഇത്തവണ സ്കോറ് ടീം ഡി മാത്രമാണ് ആൻസർ പറഞ്ഞത്. അപ്പോൾ ഇനി നേരിട്ടുള്ള ചോദ്യം ടീം സിയോടാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നിങ്ങളിപ്പോൾ കാണുന്നത് തിമിംഗല സ്രാവ് എന്ന് ഏറ്റവും വലിയൊരു മത്സ്യമാണ് തിമിംഗല സ്രാവ്. ഇതിൻ്റെ വംശനാശ ഭീഷണി നേരിടുന്ന ഈ മത്സ്യത്തിൻ്റെ, അതായത് ഒരു വംശനാശ ഭീഷണി നേരിടുന്നതുകൊണ്ട് ഇതിൻ്റെ സംരക്ഷണാർത്ഥം ഒരു രാജ്യം അവരെ കറൻസിയിൽ ഇതിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏത് രാജ്യമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇപ്പം ഏതെങ്കിലും ടീം ബൗൺസ് ചെയ്യുന്നുണ്ടോ? ടീം സിയോടുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. അപ്പം നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ പറയൂ. ഇന്തോനേഷ്യ ആണോ? അല്ല. ടീം ബി ഓസ്ട്രേലിയ. അല്ല.
ഫ്രാൻസ്. അല്ല. കാനഡ. അല്ല. ചൈന. അല്ല. റഷ്യ. അല്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ, ആ മോന് വലിയ കൈയടി കൊടുക്കണം. അപ്പം നമുക്ക് ആൻസറിലോട്ട് പോകാം. അത് മാലദ്വീപാണ്. അപ്പോൾ ഇതിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതിൽ ആർക്കും തന്നെ പോയിന്റ് ലഭ്യമായിട്ടില്ല. അപ്പം ഇതൊരു വീഡിയോയാണ്, നമുക്കിത് കേൾക്കാം. സൂരജ് ചെറുകാട് എന്ന് പറയുന്ന ആളിൻ്റെ വളരെ പ്രശസ്തമായി ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ആൽബമാണ്. അപ്പോൾ എനിക്കറിയേണ്ടത് ആ ആൽബത്തിൻ്റെ പേരെന്താണെന്നാണ്. ടീം ബിയുടെ ഉള്ള ആൽബത്തിൻ്റെ പേര്. അപ്പോൾ ആ ആൽബത്തിൻ്റെ പേര് ഏതാണെന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ബൗൺസിങ് ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള സമയമാണ്. ടീം ബിയുടെ ഉള്ള നേരിട്ടുള്ള ചോദ്യമാണ്. ഏതെങ്കിലും ടീം ബൗൺസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ടീം എപ്പം ബൗൺസ് ചെയ്തു. ടീം ബിയുടെ ഉള്ള നേരിട്ടുള്ള അവസരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ പറയാം. ബിഗ് ഡോഗ്സ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ആൻസർ എന്താണെന്ന്. അപ്പോൾ വലിയ കൈയടി കൊടുക്കണം നിങ്ങൾ ആൻസർ പറയുന്ന കുട്ടികൾക്ക്. ഹനുമാൻ കൈൻഡ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരേ സമയം ശക്തിമാനും ദയാലുവുമാണെന്നൊക്കെ പറയുന്ന സൂര്യ ചെറുകാട് ഹനുമാൻ കൈൻഡ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആൽബമാണിത്. പൊന്നാനി പട്ടെന്നും ഒക്കെ പറയുന്നുണ്ട്, ഒരു മരണക്കിണറിൻ്റെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ബിഗ് ഡോസിന് ആയിരുന്നു. ഇനി നമുക്ക് ഈ റൗണ്ടിലെ അടുത്ത ടീം ബൗൺസ് ചെയ്ത ടീം. ഇപ്പോൾ 2 ടീം ബൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇനി നേരിട്ടുള്ള ചോദ്യം ടീം എയോടാണ്. അടുത്ത ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. അതായത് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു നൃത്തരൂപമാണിത്. ഇത് പക്ഷി മൃഗാദികളുടെ പോലെ ചലനങ്ങളൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ സൂര്യദേവനെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരു വർഷത്തിൽ നടത്തുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള നൃത്തമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ തുള്ളലുമായിട്ടൊക്കെ ഇതിന് സാമ്യമുണ്ട്. ഒരു അർത്ഥശാസ്ത്രീയ നൃത്തമാണ്. അപ്പോൾ എനിക്കറിയേണ്ടത് ഇതിൻ്റെ പേരെന്തെന്നാണ്. ടീം എയോടുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ബൗൺസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആരും തന്നെ ബൗൺസ് ചെയ്തില്ല. അപ്പം ടീം എക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് പോകാം. പാസ്. ഇല്ല. ടീം എഫ്. ദുർഗാ നൃത്തം. അല്ല. ടീം ഇ. പാസ്. ടീം ഡി. പാസ്. ടീം സി. ബിഹു ആണോ? അല്ല. പാസ്. ഇല്ല. അപ്പം ആരും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിൽ ആർക്കെങ്കിലും ഈ നൃത്തരൂപം ഏതാണെന്ന് പറയാൻ പറ്റൂ? നമ്മുടെ നിയമസഭയിലെ തന്നെ ഉദ്യോഗസ്ഥനാണ്, ഷിബുവാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് അതാണോ എന്ന്. അതായത് ഛൗ നൃത്തമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ റൗണ്ടിലെ ചോദ്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ റൗണ്ടിൽ ആരും തന്നെ സ്കോർ ചെയ്തിട്ടില്ല. അടുത്ത ചോദ്യം. 2017 ഓഗസ്റ്റ് 10 രാജ്യസഭയിൽ നിന്ന് ഒരു MP വിരമിച്ചു. ആ MP-യുടെ വിടവാങ്ങൽ പ്രസംഗത്തിലെ വാക്കുകളാണ് അവരുടെ അവസാന ഭാഗമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പൂന്തോട്ടം, നമ്മുടെ രാജ്യത്തെ പൂന്തോട്ടമായിട്ടും നമ്മുടെ രാജ്യം അതായത് സങ്കുചിതമായ ചിന്താഗതികളൊക്കെ മറികടക്കണമെന്നും എന്നാൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും, അങ്ങനെ അല്ല സംഭവിച്ചാൽ അങ്ങനെ ഒരു മഹാബോധത്തിൻ്റെ അടിത്തറ ഇളകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വ്യക്തിയാണ്. ഓഡിയൻസ് അത് നന്നായിട്ട് വായിച്ചിട്ട് 2017 ഓഗസ്റ്റ് 10 രാജ്യസഭയിൽ നിന്ന് വിടവാങ്ങിയ ആ MP ആരാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. വളരെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ പരിചിതനായ വ്യക്തിയാണ്. അടുത്ത കാലത്തൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വാർത്തകളിൽ. ആരാണ് അദ്ദേഹമാണ്? അദ്ദേഹത്തിൻ്റെ പേര് പറയാം. നമുക്ക് ആൻസറിലേക്ക് പോകാം. അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആരും പറയുന്നില്ല, ഇവരാരും പറയുന്ന റൗണ്ടല്ല, നമുക്ക് എഴുതുന്ന റൗണ്ടാണ്, ബിഡ് റൗണ്ടാണ്. അപ്പോൾ അതിന് പ്രത്യേകതയെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ആ റൗണ്ടിൽ നിങ്ങൾക്ക് 10 മാർക്ക് നേടാം. നിങ്ങൾ എഴുതുന്ന മാർക്ക് ശരി, അതായത് നിങ്ങൾക്കൊരു ചോദ്യം പറയുന്നു, അതിന് 10 നിങ്ങൾ എഴുതി ശീലിച്ച് വന്നവരായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മാക്സിമം മാർക്ക് നിങ്ങൾക്കൊരു ചോദ്യത്തിന് കൊടുക്കാം. നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ മുഴുവൻ മാർക്കും പോവും. അപ്പോൾ അതുകൊണ്ട് ഈ 5ാമത്തെ റൗണ്ടിലെ
നിങ്ങളുടെ ജയപരാജയങ്ങളൊക്കെ മാറി വരാൻ സാധ്യതയുള്ള റൗണ്ടാണ്. അപ്പോൾ 5ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ടീം എ ആണ് ഉത്തരം പറയേണ്ടത്. എല്ലാവരും എഴുതിയാൽ മതി. ഇതിന് നിങ്ങൾക്ക് സൂചനകൾ ആവശ്യമാണോ? നീലാകാശർ നീച്ചെ 1959 മൃണാൾസൻ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിൽ അതായത് മഹാദേവി വർമ്മയുടെ ഒരു ചെറുകഥയെ ആസ്പദമാക്കി ചെയ്ത ഒരു ഡ്രാമ ഫിലിമാണിത്. ഈ ചിത്രത്തിൽ ഒരു പ്രാധാന്യമുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ. അതെന്താണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതായത് വാങ്ലു എന്നും ബാസന്തി എന്നും ഒക്കെ പേര്. വാങ്ലു എന്ന് പറയുന്ന ഒരു ചൈനീസ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന, കൽക്കട്ടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാൾ, ബസന്തി എന്ന് പറയുന്ന സ്ത്രീയെ പരിചയപ്പെടുന്നു ഒക്കെ, അങ്ങനെയുള്ളൊരു കഥയാണ്. നിങ്ങൾ എഴുതണം. അപ്പൊ എഴുതിയെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർക്കെല്ലാം കൊടുക്കണം. സ്വതന്ത്ര ഇന്ത്യയിൽ അത് ഞാൻ ക്ലൂവിൽ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു പ്രത്യേകതയുള്ള സിനിമയാണിത്. ആ പ്രത്യേകതയാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് ടീം ഉത്തരങ്ങൾ എഴുതുമ്പോൾ നിർബന്ധമായും നിങ്ങൾ പറയുന്ന മാർക്ക് അതിന് സൈഡിലായിട്ട് എഴുതണം. ഇതിന്റെ പ്രത്യേകത ഇല്ലേ ചോദിച്ചു, ഈ സിനിമയുടെ പ്രത്യേകത? അതെ. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഇപ്പം എല്ലാവരും ഇവരെല്ലാം എഴുതി കഴിഞ്ഞു. ഓഡിയൻസിന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ എന്താണ് ഈ സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലുള്ള പ്രത്യേകതയെന്ന്? അല്ല, വേറെ ആർക്കെങ്കിലും? ശിവു തന്നെയാണ് വീണ്ടും പറഞ്ഞത്. നമുക്ക് ആൻസർ കാണാം. അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ആദ്യ സിനിമ 2 മാസമാണ് ഇത് തടഞ്ഞു വെച്ചിരുന്നത്. രാഷ്ട്രീയ അതിപ്രസരം എന്നാണ് അതിനെ അവർ കണ്ടെത്തിയ കാരണം. അപ്പോൾ ഇവരെല്ലാം മാർക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു വീഡിയോയാണ്. ಎಂತ ಗೊತ್ತಿಲ್ಲ ಇಲ್ಲಿಗೆ ಸಾರಿಗಿಲ್ಲ ನಾವು ಮುಂದೊಂದು ಎಲ್ಲಿ ಹೋಗಟಂದು ಇಲ್ಲ, ಎಲ್ಲಿ ಹೋಗಿಲ್ಲ. ಮಲ್ಲ ಅನ್ನ ಬರ್ತ ಮಾಡೋದು, ತಂಬೀರಿ ಕೊಡೋದು, ಅಂಟೀರಿ ಕೊಡೋದು, ಎಲ್ಲಿ ಹೋಗಿ ಅತ್ತೆ ಎರಡು ಅತ್ತೆದೀರಿಲ್ಲ, ಸರಿಜಿನಿ ಮಾದಿ ಸರಿಜಿನಿ ಇಲ್ಲ, ಎಲ್ಲ ದುಬಾಯಿ ಹೋಗ್ಬಿಟ್ರು, ಎಲ್ಲ ಹೋಗ್ಬಿಟ್ರು, ಯಾರು ಇಲ್ಲ. ಮುಂದಿನ ಜನ ಯಾರು ಇಲ್ಲ, ಈಗ ಸಣ್ಣ ಮಕ್ಕಳೇ ಇರೋದು. അതായത് ഇത് സംസാരിക്കുന്ന ഈ 2 പേർ കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഷയില്ല, അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂർ പ്രദേശത്ത് സംസാരിക്കുന്ന ഈ ഭാഷ ഏതെന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ ഭാഷ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർക്ക് കൊടുത്ത് അത് എഴുതുക. ഈ 2 പേരേ ഉള്ളൂ വർത്തമാനം പറയാൻ, നമ്മൾ പോയാലില്ല എന്നാണ് അവർ പറയുന്നത്. ഭാഷയാണ് ഒരു സംസ്കാരത്തിൻ്റെ, ഒരു ജനതയുടെയൊക്കെ ജീവൻ എന്ന് പറയുന്ന ഭാഷയാണ്. അപ്പോൾ അത് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഈ ഭാഷയുടെ പേര് നിങ്ങൾ കണ്ടെത്തണം. എല്ലാവരും എഴുതി കഴിഞ്ഞു? ആരും എഴുതിയിട്ടില്ല. അപ്പോൾ ഈ ചോദ്യം ഒരാളും എഴുതിയിട്ടില്ല. ഇതിനേക്കാൾ കൂടുതൽ സൂചനകൾ തരാൻ പറ്റില്ല. അതുകൊണ്ടാണ്, കാരണം വേറൊരു ക്ലൂ ഇതിലില്ല. അപ്പോൾ നമുക്ക് ഓഡിയൻസ് നെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടവർ പറയും. നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് അത് പറയുന്നത് തന്നെയാണ്. ഇവർ സംസാരിക്കുന്നതാണ് മാധിക എന്ന ഭാഷ. മൗനത്തിലേക്ക് ആണ്ടുപോകുന്ന ഒരു ഗോത്രഭാഷ. കണ്ണൂർ കരിവള്ളൂരിലെ ചക്ലിയ സമുദായം മാത്രം ഉപയോഗിച്ചിരുന്നത്. ഈ ഭാഷയുടെ അവസാനത്തെ അവകാശികളാണ് ഇവർ. KP നാരായണനും സഹോദരി രാജാറാണിയും. അപ്പോൾ ഈ റൗണ്ടിൽ ആരും തന്നെ അത് സ്കോർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വി നാഗൽ അല്ലെങ്കിൽ നാഗൽ സായിപ്പ് രചിച്ച ഒരു പ്രാർത്ഥനാ ഗീതമായിരുന്നു ഇത്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥന ചെയ്യിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു
മലയാള ചലച്ചിത്രത്തിൽ വയലാർ രാമവർമ്മ ഈ പാട്ടിനെ കുറച്ച് പരിഷ്കരിച്ച് ഈ രൂപത്തിലാക്കിയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. എൻ്റെ ചോദ്യം, അത് ഏത് ചിത്രത്തിലെയാണ് നിങ്ങൾ ഈ കേൾക്കുന്ന ഗാനം? ഇതിപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ മരണച്ചടങ്ങുകളിലൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് കേൾക്കുന്നത്. ശരിക്കും അങ്ങനെ ആയിരുന്നില്ല, അതൊരു പ്രാർത്ഥനാ ഗീതമായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇത് ഏത് സിനിമയിലെന്നാണ്. സംവിധായകൻ്റെ പേര് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? വേണോ? KS സേതുമാധവൻ. ഓഡിയൻസിനോടുള്ള ചോദ്യമല്ല ഇത്, ഉത്തരം എഴുതുകയാണ്. KS സേതുമാധവനാണ് ഇത് സംവിധാനം ചെയ്തത്. ദയവായി ഓഡിയൻസ് അവരോട് ചോദിക്കുമ്പോൾ മാത്രമേ ഉത്തരം പറയാവൂ. നിങ്ങൾക്കുള്ള അവസരത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. നിങ്ങൾ ഈ കൊച്ചുമക്കളെ നന്നായി പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ഒരു യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തിരഞ്ഞെടുത്ത കുട്ടികളാണ്. അപ്പോൾ അവരെ നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെ ചോദ്യങ്ങൾ നിങ്ങൾ നന്നായി ഉത്തരം പറയുക. അപ്പോൾ ആരെങ്കിലും എഴുതുന്നുണ്ടോ? 10 മാർക്ക് മുതൽ നിങ്ങൾക്ക് മാർക്ക് വരെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ചോദ്യമാണ്. നാഗൽ സാഹിബ് എഴുതി വയലാർ രാമവർമ്മ പരിഷ്കരിച്ച് മലയാളത്തിലുണ്ടായ ഒരു ഗാനം. കൊട്ടാരക്കര ശ്രീധരൻ നായരൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണക്കിടക്കയിലൊക്കെ കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലൊക്കെ ഉള്ള സമയത്തൊക്കെ ഉള്ളൊരു പാട്ടാണ്. നിങ്ങൾക്കെന്ന് പറയാൻ പറ്റൂ? പറയണ്ട, എഴുതിയാൽ മതി. A മുതൽ F വരെയുള്ള ആരും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ ഓഡിയൻസ് ഗൂഗിൾ ചെയ്ത് തന്നെ പറയാം. അപ്പോൾ ആൻസറിലേക്ക് പോകാം. KS സേതുമാധവൻ സംവിധാനം ചെയ്ത അരനാഴിക നേരത്തിലായിരുന്നു ഈ പാട്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് ഡാഷിനാരും ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല. ഇപ്പം ഇതിൽ ഈ ഡാഷ് എന്ന് പറയുന്ന ആളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വായിച്ചു വരുമ്പോൾ. ആ ആളിന് പേരാരും എഴുതണ്ട. ആ ആളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര് എന്നാണ് എഴുതേണ്ടത്. ഡാഷിനാരും ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല. നൽകിയായിരുന്നെങ്കിൽ അത് മനുഷ്യ സ്നേഹത്തിലാകണമായിരുന്നു. കാരണം ചുറ്റുമുള്ള ഓരോ മനുഷ്യനെയും എങ്ങനെ സഹായിക്കാം എന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയ ആളാണ്. അദ്ദേഹം അതിനു വേണ്ടിയാണ് ജീവിതം സമർപ്പിച്ചത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സൂചനയിലൂടെ ആളെ മനസ്സിലായി കാണും. അതല്ല ചോദ്യം, അത് പറഞ്ഞതാരെന്നുള്ളതാണ്. ഡാഷ് ആരെന്നുള്ളതിന് പ്രസക്തിയില്ല. ആ ഡാഷ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ വ്യക്തിയെക്കുറിച്ച്, അതായത് ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് വേണോ? അതായത് ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉമ്മൻചാണ്ടിക്ക് ആരും ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല. നൽകിയായിരുന്നുവെങ്കിൽ അത് മനുഷ്യ സ്നേഹത്തിലാകണമായിരുന്നു. കാരണം ചുറ്റുമുള്ള ഓരോ മനുഷ്യരെ എങ്ങനെ സഹായിക്കാം എന്ന് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആരാണ് എന്നാണ്. ഇനി നിങ്ങൾക്ക് സൂചന വേണോ? വേണ്ട. ഇപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് ഓഡിയൻസിന് പറയാൻ പറ്റുമോ? നമുക്ക് ഉത്തരം കാണാം. അതെ, മമ്മൂട്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ കാലം സാക്ഷി എന്ന ആത്മകഥയിലാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചിട്ടത്. അപ്പോൾ ടീമുകൾ എഴുതിയിട്ടുണ്ടോ? അപ്പം നമുക്ക് അടുത്ത ചോദ്യം കാണാം. ലീലാവതീസ് ഡോട്ടേഴ്സ്, അത് എഴുതിയത് രോഹിണി ഗോഡ്ബോലെയും രാമസ്വാമിയുമാണ് എഴുതിയത്. ഇത് പുസ്തകം എഡിറ്റ് റെഡിയാക്കിയിരിക്കുന്നത് അവർ ഒരു കാര്യമാണ് ഈ പുസ്തകത്തിനകത്ത് പ്രതിപാദ്യം. ഈ ലീലാവതീസ് ഡോട്ടേഴ്സിലെ പ്രതിപാദ്യം എന്താണ് എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. എഴുതിയതിനെ കുറിച്ചൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പക്ഷേ ഈ പുസ്തകം ആരെക്കുറിച്ച്, ഒരാളെക്കുറിച്ച് തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല. ഇതൊരല്പം പ്രയാസമുള്ള ചോദ്യമാണ്. മറ്റതെല്ലാം എളുപ്പമായിരിക്കുമെന്ന് കരുതിയിട്ടാണ് പ്രയാസമുള്ളൊരു ചോദ്യം ഇട്ടത്. ആരും തന്നെ എഴുതിയിട്ടില്ല. അപ്പം നമുക്കിതിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണെങ്കിൽ അവർക്ക് വലിയ കൈയടി കൊടുക്കണം.
നിങ്ങളെല്ലാവരും ഗൂഗിളൊക്കെ ചെയ്യുന്നുണ്ട് പലരും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഇന്ത്യയിലെ 100ഓളം വരുന്ന ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞരെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ലീലാവതീസ് ഡോട്ടേഴ്സ്. അപ്പം ഇതിൽ ടീം സി. ശരി, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഈ ചോദ്യം ഇതിൻ്റെ അവസാനത്തെ ചോദ്യമാണ്. ഇത് നിങ്ങൾ എല്ലാവരും എഴുതണമെന്ന ഉദ്ദേശത്തിലാണ് ആദ്യത്തെ ചോദ്യവും അവസാനത്തെ ചോദ്യവും ചെയ്തിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങളിത് എഴുതണം, സന്തോഷമായിട്ട് എഴുതണം. അപ്പം ഇതിലെ അവസാനത്തെ ലളിതമായ ചോദ്യം നിങ്ങൾക്ക് കാണാം. ഇപ്പം എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണണം. ഇപ്പം പാട്ടിൽ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുന്ന സയനോര എന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ്. എന്താണ് സയനോര എന്ന വാക്കിൻ്റെ അർത്ഥം? എല്ലാവരും എഴുതി കഴിഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. ഇനി സമയം വേണോ? ശരി. ഇത് വലിയ അർത്ഥമൊന്നുമുള്ള വാക്കല്ല, വളരെ നിസ്സാരമായ അർത്ഥമുള്ളൊരു വാക്കാണ്. നിസ്സാരം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന അർത്ഥത്തിലാണ്. അപ്പോൾ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. സാർ, അവരെല്ലാവരും എഴുതി കഴിഞ്ഞു? എഴുതി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓഡിയൻസിന് പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് നിങ്ങളോടും ഇതാണ്, ഇവരോടും എല്ലാം പറയാനുള്ളത് ഇതാണ്. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് പോകാം. വിട അല്ലെങ്കിൽ ഗുഡ് ബൈ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഈ ക്വിസ് മത്സരവും ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഓഡിയൻസ് ചോദ്യത്തിലേക്ക് പോകാം. ബ്രിട്ടീഷ് ശില്പിയായ റോബർട്ടോ റസലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഈ സ്മാരകത്തിൽ 3 സൈനികരുടെ പൂർണ്ണകായ പ്രതിമകൾ ഉൾപ്പെടുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ജോധ്പൂർ, ഹൈദരാബാദ്, മൈസൂർ എന്നീ ഇന്ത്യൻ ഹോഴ്സ് റെജിമെന്റുകളുടെ സ്മരണയ്ക്ക് 1922 നിർമ്മിച്ചതാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കോടതി സമുച്ചയമായിട്ട്, പിന്നെ ആർമി ചീഫ് കമാൻഡറുടെ വസതിയായിട്ട്, പിന്നെ ഇന്ദിരാഗാന്ധി ഇതൊരു മ്യൂസിയവുമാക്കി. നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്തിനെ കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത് എന്നാണ്. ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഒരു നിങ്ങൾ പറയുന്ന ഉത്തരത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ, അതായത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഉത്തരം ഉണ്ടല്ലോ, അതിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ആരാണ് പറഞ്ഞത്? കേൾക്കുന്നില്ല. എണീച്ച് നിൽക്കാമോ? എണീച്ച് നിന്നൊന്ന് പേരൊക്കെ പറഞ്ഞിട്ട് പറയാമോ? അപ്പം നമുക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉത്തരം കാണാം. അതായത് തീൻമൂർത്തി ഭവനായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്വിസ് ഇവിടെ ഇതിൻ്റെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ മത്സരത്തിൻ്റെ ഫലം വന്നിട്ടില്ല. അപ്പോൾ അത് അനൗൺസ് ചെയ്യുന്നതാണ്. ഒരു 1.5 മണിക്കൂർ സമയം പോയത് അറിഞ്ഞില്ല. അതിമനോഹരമായ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നിങ്ങൾ കഴിഞ്ഞു. ഇതിൽ ആരാണ് നന്നായി പ്രകടനം നടത്തിയത്? കുട്ടികളാണോ ക്വിസ് മാസ്റ്റേഴ്സ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവരും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു മത്സരമാണ് ഇപ്പം നമ്മൾ കണ്ടത്. കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വളരെ നന്നായിരുന്നു. അവതരണം അതിനേക്കാൾ മനോഹരമായിരുന്നു. നമ്മളെ പ്രിയപ്പെട്ട IB സരീസ് സാറിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. സാറും അടക്കം ഈ മത്സരം നന്നായി എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മത്സരാർത്ഥികൾക്ക് നല്ലൊരു കയ്യടിയോടുകൂടെ വിട നൽകാം. എല്ലാവരും കയ്യടി അർഹിക്കുന്നു. നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഒരു മിനിറ്റും കൂടെ ശേഷിക്കുന്നു. നമുക്ക് ഈ കുട്ടികൾക്ക്, ഈ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കാം. അവരുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല മത്സരമായിരുന്നു. നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ടീം ഇക്ക് എന്നോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ, ഒന്ന് പറഞ്ഞ പോലെ. വളരെ നല്ല ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ നല്ല ചോദ്യങ്ങളുമായിരുന്നു അല്ലേ? നല്ല ചോദ്യം, വളരെ രസകരമായ ചോദ്യങ്ങളായിരുന്നു. അതെ, ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. നമസ്കാരം. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ആദ്യമായിട്ട് ഈ കേരള നിയമസഭയിൽ ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ശങ്കരനാരായണ തമ്പി സാറിൻ്റെ പേരിലുള്ള ഈ ഹാളിൽ വന്നിരുന്ന് ഇത്തരത്തിലൊരു മത്സരത്തിൽ പങ്കെടുക്കുക, അതുതന്നെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ക്വിസ് മാസ്റ്റർമാരും എല്ലാം നല്ലൊരു അനുഭവമായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് വന്നത് കൊണ്ട് നഷ്ടം വന്നില്ല. ഓക്കെ, താങ്ക് യു. ടീം എ നല്ല ചോദ്യങ്ങളായിരുന്നു, നല്ല മത്സരമായിരുന്നു, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. താങ്ക് യു. ഓക്കെ. ടീം ബി അവർ നന്നായിട്ട്
ഇന്നലെ അല്പ വിഷമത്തിലായിരുന്നവർ, പക്ഷെ ആ വിഷമം മാറി എന്നുള്ള സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇന്നത്തെ മത്സരം? നല്ല ദിവസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. നല്ല ചോദ്യങ്ങളായിരുന്നു. ഒരുപാട് ഗസ് ചെയ്തു എഴുതാൻ പറ്റി. നല്ല ദിവസമായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു അല്ലേ മത്സരം? ഓക്കെ. നല്ല ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടഫാണെന്നുണ്ടെങ്കിൽ ഉത്തരം ഭയങ്കര സിമ്പിളായിരുന്നു. അങ്ങനെ ഇടയ്ക്കൊരു മൈനസ് പോയി തോന്നുന്നല്ലേ? 4 പോയി. 2 പോയി. സാരമില്ല. മത്സരത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. ടീം ഇ 29 മാർക്ക് നേടിയിട്ടുണ്ട്. ഒരു കയ്യടി കൊടുക്കുക. ടീം എ 30 മാർക്ക്. ടീം സി 55. അടുത്തത് സെക്കൻഡ് പ്ലേസും തേർഡ് പ്ലേസിനും ഒരേ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. 105 മാർക്ക് ടീം ബിക്കും ടീം എഫിനും. പക്ഷേ നമ്മൾ നേരത്തെ മത്സരത്തിൻ്റെ നിയമങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രാഥമിക പരീക്ഷയ്ക്ക് എലിമിനേഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ടിനനുസരിച്ചായിരിക്കും സ്ഥാനം നിർണ്ണയിക്കുക. അങ്ങനെ വരുമ്പോൾ 3-ാം സ്ഥാനത്ത് ടീം എഫ്, 2-ാം സ്ഥാനം ടീം ബി 105 മാർക്ക് വീതം. 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് an outstanding performance from Team D. They secured 113 മാർക്ക് നേടി ഈ മത്സരത്തിലെ കേരളം മുഴുവനും KLBF 3rd എഡിഷനോടനുബന്ധിച്ച് നടത്തിയ സ്കൂൾ തല മത്സരത്തിലെ ചാമ്പ്യനായി വന്നിരിക്കുന്നത് ടീം ഡി 113 മാർക്ക് നേടിയിട്ടാണ്. അവർക്ക് വളരെ നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. അവരെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് നിള റിജു. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇളമ്പയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് സാധിക DS. ഞാൻ ഗവൺമെൻറ് HSS ഇളമ്പയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ടീം ബി 2ാം സ്ഥാനം നേടിയ. എൻ്റെ പേര് അനന്യ. ഞാൻ മടവൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ആദിദേവ് PS. ഞാൻ മടവൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് ടീം എഫ്. എൻ്റെ പേര് നിരഞ്ജൻ വി. ഞാൻ പത്തനംതിട്ട ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കളഞ്ഞൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അർജുൻ എസ് കുമാർ. ഞാൻ കളഞ്ഞൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് ഈ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA IB സതീഷ് സാർ വന്നിട്ടുണ്ട്. സാറിനെ ക്ഷണിക്കുന്നു. ശബരിനാഥൻ സാർ ക്ഷണിക്കുന്നു. നിയമസഭാ സെക്രട്ടറിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് 1ാം സ്ഥാനം നേടിയിരിക്കുന്ന ടീം ഡി മുന്നോട്ട് വരിക. നമ്മുടെ അതിഥികളിൽ നിന്ന് അവരുടെ സമ്മാനം വാങ്ങിക്കാം. ടീം ബി ടീം എഫ് നമ്മൾ ഈ റീജിയണൽ മത്സരങ്ങളിൽ നിന്ന് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ കുട്ടികളൊന്ന് മുന്നോട്ട് വന്ന് നിൽക്കുക. അവർക്കും നിയമസഭയുടെ ഉപഹാരം ബഹുമാനപ്പെട്ട അതിഥികൾ നൽകുന്നതായിരിക്കും. ടീം സി ടീം എ നവനീത് കൃഷ്ണ,
അഭിനവ് AS, വർഷ MS, നവനീത് കൃഷ്ണ, രണ്ടുപേരുണ്ട്. നവനീത് കൃഷ്ണ, അഭിനവ്, വർഷ, ഷിഹാദ് ഷിജു, നാദിയ നജ്മുദ്ദീൻ, അർജുൻ, നിരഞ്ജന, ജോർജിയോ തോമസ്, നോയൽ പി ജോൺ, നയന, തുഷാര, അഭിനവ് ജൂബിൻ, പ്രഥ KR, അദ്വജിത് രമേശ്, ഷിബില, ഭഗത് തെക്കേടത്ത്, യേദുനന്ദ്, അദ്വജിത്, മൃണാൾ, ദേവഞ്ച് കൃഷ്ണ, അജാസ് കൃഷ്ണ, ഷൈജു, നിക്ത ഷൈജു, ശ്രീലക്ഷ്മി, ഹരിനന്ദ സുരേഷ്, സിദ്ധാർത്ഥ്, അഭിനവ്.